ആഫ്റ്റർ അറബ്-ഇസ്രായേൽ വാർ, ശത്രുക്കളായിരുന്ന അറബികളും ഇസ്രായേലുകാരും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം an organization was established by name OPEC. OPEC എന്ന പേരില് ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ എണ്ണ കയറ്റുമതി ചെയ്തിരുന്ന, എണ്ണ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്തിരുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന പശ്ചിമേഷ്യയിലുണ്ടായി, വെസ്റ്റ് ഏഷ്യയിലുണ്ടായി. ഇൻ വെസ്റ്റ് ഏഷ്യ to make a challenge to Israel and their allies or supporters of Israel at various portions of this world. An organization was established after the Arab-Israel war by name OPEC, Oil and Petroleum Exporting Countries. Then disintegration of USSR, Soviet Union തകർച്ച. Then what were the causes led to the disintegration of USSR? അടുത്ത ചോദ്യം അതാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒന്ന്, the administrative measures of Mikhail Gorbachev, Glasnost and Perestroika. ഒന്നാമത്തെ കാരണം അതാണ്. The administrative measures of the Russian ruler or Russian president or the Soviet president Mikhail Gorbachev by name Glasnost and Perestroika. സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന മിഖായിൽ ഗോർബച്ചോവ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, രണ്ട് പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. റഷ്യയെ പ്രതിസന്ധിയിൽ നിന്നും, രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടി, സോവിയറ്റ് യൂണിയനെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടി അദ്ദേഹം മിഖായിൽ ഗോർബച്ചോവ് നടപ്പിലാക്കിയ രണ്ട് പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. എന്താ ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടു ഇംപ്ലിമെന്റ് ഓപ്പൺനെസ് ഇൻ പൊളിറ്റിക്കൽ പ്രോസസസ്, റെഗുലേഷൻ ഓഫ് മീഡിയ ആൻഡ് സിവിൽ റൈറ്റ്സ്. തുറന്ന നയം, ഓപ്പൺനെസ്, തുറന്ന നയം. ഗ്ലാസ്നോസ്റ്റിന്റെ പ്രത്യേകത ഏതാ? ഇൻ പൊളിറ്റിക്കൽ പ്രോസസസ്, രാഷ്ട്രീയ പ്രക്രിയകളിൽ തുറന്ന സമീപനം. അതുപോലെ തന്നെ മീഡിയ, അതുവരെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ, സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കപ്പെട്ടു. അവരുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കപ്പെട്ടു. പൗരാവകാശങ്ങളുടെ മേലും മാധ്യമങ്ങളുടെ മേലും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രക്രിയകളിൽ തുറന്ന നയം സ്വീകരിച്ച പരിഷ്കാരത്തെയാണ് ഗ്ലാസ്നോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പെരിസ്ട്രോയിക്ക എന്താണ്? ടു റീസ്ട്രക്ചർ ദി ഇക്കണോമിക് സിസ്റ്റം ഓഫ് USSR. സോവിയറ്റ് നാടിന്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സമ്പദ് വ്യവസ്ഥയെ ഉടച്ചു റഷ്യയിൽ ഉൽപാദന മേഖലയിൽ നിലനിന്നിരുന്ന വില നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ട്, ഉൽപാദന മേഖലയിൽ നിലനിന്നിരുന്ന വില നിയന്ത്രണം എടുത്തുകൊണ്ട് പ്രൈസ് കൺട്രോൾ ഇൻ ദി പ്രൊഡക്ഷൻ സെക്ടർ വാസ് അബോളിഷ്ഡ്. ഉൽപാദന മേഖലയിൽ റഷ്യയിൽ നിലനിന്നിരുന്ന വില നിയന്ത്രണം എടുത്ത് കളഞ്ഞുകൊണ്ട് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉടച്ചു വാർക്കൽ. അപ്പൊ ഈ പരിഷ്കാരമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ഒരു കാരണം. ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, ദി അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ മിഖായിൽ ഗോർബച്ചേവ് സച്ച് ആസ് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. രണ്ടാമത്തെ കാരണം എന്താ? ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം.
സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെട്ടത് സോഷ്യലിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോഷ്യലിസം എന്ന ആശയത്തിൽ അടിയുറച്ച് സ്ഥാപിക്കപ്പെട്ട രാജ്യമാണ് USSR, സോവിയറ്റ് യൂണിയൻ. But later it deviated from the socialist ideologies. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു. അതാണ് രണ്ടാമത്തെ കാരണം സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ അല്ലെങ്കിൽ തകർച്ചയ്ക്ക്. മൂന്നാമത്തേത് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി. കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രസി. കറപ്ഷൻ അഴിമതി, ഇൻഎഫിഷ്യൻസി കഴിവില്ലായ്മ, പ്രാപ്തിയില്ലായ്മ ഓഫ് ദി ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം. ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും കഴിവില്ലായ്മയും പ്രാപ്തിയില്ലായ്മയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് മൂന്നാമത്തെ കാരണമായി. Then fourth reason, failure in bringing about changes in the economic sector. Failure in bringing about changes in the economic sector. എക്കണോമിക് സെക്ടറിലെ സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടത്. These are the reasons behind the disintegration of Union of Soviet Socialist Republic or USSR or Soviet Union. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊക്കെയാണ്. In 1991, USSR ceased to exist. അങ്ങനെ തകർച്ചയിലേക്ക് പോയ സോവിയറ്റ് യൂണിയൻ 1991 ആയപ്പോഴേക്കും ഇല്ലാതെയായി. ഇങ്ങനൊരു രാജ്യമേ ഇല്ലാതെയായി. നാച്ചുറലി ദി കോൾഡ് വാർ വാസ് ആൾസോ എൻഡഡ്. അതോടുകൂടി കോൾഡ് വാറും ഇല്ലാതെയായി, ശീതസമരവും ഇല്ലാതെയായി. സോവിയറ്റ് യൂണിയന്റെ അന്ത്യത്തോടെ അല്ലെങ്കിൽ പതനത്തോടെ കോൾഡ് വാറിനും അന്ത്യം കുറിക്കപ്പെട്ടു, ശീതസമരത്തിനും അന്ത്യം കുറിക്കപ്പെട്ടു. യൂണിപോളാർ വേൾഡ്, ബൈപോളാർ വേൾഡിന്റെ സ്ഥാനത്ത് യൂണിപോളാർ വേൾഡ്, ഏക ധ്രുവലോകം, as emerged under the leadership of the United States of America. That means the US domination. രണ്ട് ചേരികളായിരുന്നു ബൈപോളാർ സിസ്റ്റത്തിൽ. USA നേതൃത്വത്തിലുള്ള ഒരു ചേരി ക്യാപിറ്റലിസ്റ്റ് ചേരി, USSRന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരി, ബൈപോളാർ സിസ്റ്റം. അത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി യൂണിപോളാർ സിസ്റ്റത്തിലേക്ക് പോയി, ഏക ധ്രുവലോകത്തിലേക്ക്. അതായത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഏക ധ്രുവലോകത്തിലേക്ക് അല്ലെങ്കിൽ ഏകരാജ്യ മേധാവിത്വത്തിലേക്ക് ലോകം പോയി. The US emerged as a global power and center of world politics. അമേരിക്കൻ ഐക്യനാടുകൾ ഏക മഹാശക്തിയായി ലോകത്ത് അവശേഷിക്കുകയും ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി അമേരിക്ക മാറുകയും ചെയ്തു. എങ്ങനെയാണ് അത്തരത്തിലേക്ക് അമേരിക്കയ്ക്ക് പോകാൻ കഴിഞ്ഞത്? വാട്ട് ആർ ദി സ്ട്രാറ്റജീസ് ഓഫ് ദി USA? ഇതിനുവേണ്ടി അമേരിക്ക നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ്? US provided financial and military aids to countries of the world. By using the international agencies. അമേരിക്ക സ്വീകരിച്ച ഒരു നയം അതാണ്. ലോകത്തെ ഭരിക്കാനുള്ള മേധാവിത്വ ശക്തിയായി അമേരിക്ക മാറാൻ അമേരിക്ക സ്വീകരിച്ച ഒരു മാർഗം അതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആഫ്റ്റർ ദി disintegration of Soviet Union or USSR provided financial and military aids or assistance to the countries of the world, majority of the countries of the world, by using international organizations. അന്താരാഷ്ട്ര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് അവരിലൂടെ ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകി. അവരുടെ സപ്പോർട്ട് പിടിച്ചുപറ്റി. ലോകത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, എക്കണോമിക് ഡിഫിക്കൽട്ടീസ് ഉള്ള രാജ്യങ്ങൾക്ക്, ആക്രമണ ഭീഷണിയുള്ള രാജ്യങ്ങൾക്ക് സൈനികമായും സഹായം നൽകിക്കൊണ്ട്, നേരിട്ടല്ല സഹായങ്ങൾ ഏറെ നൽകിയത്, മറിച്ച്
ത്രൂ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അന്താരാഷ്ട്ര സംഘടനകൾ വഴി സഹായം നൽകിക്കൊണ്ട് മറ്റു ലോകരാജ്യങ്ങളിലെ ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ ശ്രമം നടത്തി. ആൻഡ് എക്സ്റ്റൻഡഡ് മിലിറ്ററി അലയൻസസ്, കൂടുതൽ സൈനിക സഖ്യങ്ങൾ വ്യാപിപ്പിച്ചു. ആൻഡ് മീഡിയ വെയർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തു. ആ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ നിക്ഷിപ്ത താൽപര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ലോകത്തെ പ്രധാനപ്പെട്ട നമ്പർ 1 മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്ത് അവയിലൂടെ അമേരിക്കയുടെ താൽപര്യങ്ങൾ പ്രചരിപ്പിച്ചു. This imperialist policy of the United States of America led to the Gulf War. ഇത്തരത്തിൽ അമേരിക്ക തുടർന്നു വന്ന ഈ സാമ്രാജ്യത്വ നയമാണ് ഒടുവിൽ ഗൾഫ് യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. The imperialist policies adopted by the United States of America ultimately led to the Gulf War between Iraq and Kuwait. ഇറാഖും കുവൈറ്റും തമ്മിൽ നടന്ന ഗൾഫ് യുദ്ധത്തിന് കാരണമായി തീർന്നത് അമേരിക്കയുടെ ഈ നയമാണ്. ഈ നയങ്ങളെ നമുക്ക് മൊത്തത്തിൽ നിയോ ഇമ്പീരിയലിസം എന്ന് വിളിക്കാം. ആധുനിക സാമ്രാജ്യത്വം എന്ന് വിളിക്കാം, നവ സാമ്രാജ്യത്വം എന്ന് വിളിക്കാം. നിയോ ഇമ്പീരിയലിസം, നവ സാമ്രാജ്യത്വം. There is a kind of imperialism after the സെക്കൻഡ് വേൾഡ് വാർ. ഇത് ഇമ്പീരിയലിസമാണ്, സാമ്രാജ്യത്വമാണ്. 2ാം ലോകമഹായുദ്ധാനന്തരം വളർന്നു വന്ന ഒരു രീതിയിലുള്ള സാമ്രാജ്യത്വത്തെയാണ് നിയോ ഇമ്പീരിയലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്, നവ സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുൻപ് നിയോ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡോമിനേഷൻ ഓഫ് വൺ നേഷൻ ഓവർ ദി അതർ by establishing their military and administrative power. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സാമ്പത്തികമായും ഭരണപരമായും സൈനികമായും ആധിപത്യം സ്ഥാപിക്കുന്നതിനായിരുന്നു. ഇവിടെ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കലാണ്. ഇൻഡയറക്ട്ലി, പരോക്ഷമായി സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കൽ. By establishing multinational companies, many multinational companies emerged. ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ എന്ന് പറയും മൾട്ടിനാഷണൽ കമ്പനീസ്. എന്താ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പാർട്ട് ഓഫ് നിയോ ഇമ്പീരിയലിസം മെനി മൾട്ടിനാഷണൽ കമ്പനീസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. നിരവധി ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ സ്ഥാപിക്കപ്പെട്ടു. മൾട്ടിനാഷണൽ കമ്പനീസ് are the large companies registered in one country and functioning in many countries. ചുരുക്കി പറഞ്ഞാൽ അതാണ്, ഏതെങ്കിലും ഒരു രാജ്യത്ത്, വികസിത രാജ്യത്ത്, ഡെവലപ്ഡ് നേഷനിലെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ, നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ എന്ന് വിളിക്കുന്നത്. Such multinational companies interfered in the economic, social and cultural sectors for serving the interests of the capitalist countries. This process is known as neo-imperialism. ഒന്നുകൂടെ വിശാലമായി പറഞ്ഞാൽ നവ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ നടപടിയാണ്. Multinational companies are the companies which are registered in one country and functioning in various countries by utilizing the socio-economic and cultural resources of the developing nations, and they serve for the interest of the capitalist countries.
ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് നിയോ ഇമ്പീരിയലിസം. അതായത് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഏതെങ്കിലും ഒരു രാജ്യത്ത്, വികസിത രാജ്യത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വികസ്വര രാജ്യങ്ങളിൽ അവര് കമ്പനികൾ സ്ഥാപിച്ച് അവിടുത്തെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുതലാളിത്ത രാജ്യങ്ങൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കുന്ന നയത്തെയാണ് നിയോ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്, അഥവാ നവ കോളനിവൽക്കരണം അഥവാ നവ സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. They competed each other to control the resources and assets of the third world countries. ഇവർ കമ്പനികൾ സ്ഥാപിച്ചതല്ല, തേർഡ് വേൾഡ് കൺട്രീസിലാണ്, ഡെവലപ്പിംഗ് നേഷൻസിലാണ്, വികസ്വര രാജ്യങ്ങളിലാണ്. അത്തരം വികസ്വര രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്തു, അവിടുത്തെ ആസ്തികളെ ചൂഷണം ചെയ്തു. The economy of the third world countries began to decline or decay as a result of it. ഇത്തരത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളുടെ അഥവാ വികസ്വര രാജ്യങ്ങളുടെ സമ്പത്ത് ഈ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ ചൂഷണം ചെയ്യുക വഴി അവരുടെ സമ്പത്ത് ക്ഷയിക്കാൻ തുടങ്ങി. പല രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലായി. Another prominent or notable feature of towards the close of the 20th century is new economic policy. 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലൂടെ ലോകം ദർശിച്ച ഒരു വലിയ സംഭവ വികാസമാണ് ന്യൂ ഇക്കണോമിക് പോളിസി, നൂതന അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ. ചുരുക്കി നമുക്ക് അവയെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ, ആഗോളവൽക്കരണ നടപടികൾ. നൂതന സാമ്പത്തിക നയത്തിന്റെ പ്രത്യേകതയാണ് ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ, ആഗോളവൽക്കരണ നടപടികൾ. എന്താ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ? ഈ മൂന്ന് നടപടികളാണ് ന്യൂ ഇക്കണോമിക് പോളിസിയിലുള്ളത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നമുക്ക് LPG എന്ന് ചുരുക്കി പറയാം. L ലിബറലൈസേഷൻ, P പ്രൈവറ്റൈസേഷൻ, G ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ, ആഗോളവൽക്കരണ നടപടികൾ. അതിലൊന്നാമത്തേത് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ് and a taxation system to facilitate the import of multinational products to domestic markets. അതാണ് ലിബറലൈസേഷന്റെ കാതൽ. അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ്. നാളെ അതുവരെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന്, കയറ്റുമതി ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തു നിന്നും ഒരു രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഏറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ മേഖലകളിൽ ഒരുപാട് ഉദാര നയം സ്വീകരിച്ചു. നിയന്ത്രണങ്ങൾ പലതും എടുത്തു കളഞ്ഞു. അത്തരത്തിൽ ഇറക്കുമതിക്കും കയറ്റുമതിക്കും അല്ലെങ്കിൽ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ഒക്കെ ഏർപ്പെടുത്തിയിരുന്ന നികുതികൾ എടുത്തു കളഞ്ഞു. ടാക്സ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാ? ടു ഇമ്പോർട്ട് മൾട്ടിനാഷണൽ പ്രോഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്സ്. ഞാൻ മുമ്പേ പറഞ്ഞ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര കമ്പോളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്ന നയത്തെയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയെ പോലെയുള്ള ഒരു വികസ്വര രാജ്യം, വികസിതമല്ല വികസ്വര രാജ്യം, ഈ വികസ്വര രാജ്യത്തേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള വ്യവസായ രാഷ്ട്രങ്ങളുടെ, വികസിത രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇറക്കുമതി ചെയ്യുന്നതിന് അനുവാദം
അതുവരെ നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളയ ഉദാര നയം, നികുതി ലഘൂകരിക്കുക, അതിനാണ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. സെക്കൻഡ്, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥത, ഗവൺമെന്റ് ഓണർഷിപ്പ് കുറച്ചുകൊണ്ടുവരിക, ഇല്ലാതാക്കുക, സ്വകാര്യവൽക്കരണം. Privatization of public sector, especially public sector undertakings in an attempt to promote private sector. സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പൊതു ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ളവയൊക്കെ സ്വകാര്യവൽക്കരിക്കുക, സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുക. അതിനെയാണ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. തേർഡ്, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ദി ഇക്കണോമിക് സിസ്റ്റം ഓഫ് എ കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ ഇക്കോണമി. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. ഇക്കണോമിക് സിസ്റ്റം ഓഫ് എ കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ ഇക്കോണമി ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിന്റെ മുഖ്യ ലക്ഷ്യം അതാണ്. ഓരോ രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി കൂട്ടിയിണക്കുക അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. മീൻസ് ദി ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ സച്ച് എ വേ. അതുവഴി ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക. Competition driven market came into existence. ഇതിന്റെ ഫലങ്ങളായി ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, റിസൾട്ട്സ് എന്തൊക്കെയാ അല്ലെങ്കിൽ ഔട്ട്കംസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യങ്ങളാണിത്. ദി ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രീസ് ആർ ലിങ്ക്ഡ് ടു ദി ഗ്ലോബൽ ഇക്കോണമി. ഓരോ രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തപ്പെട്ടു. ദി ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ്. ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ താൽപര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കപ്പെട്ടു. കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. മത്സരാധിഷ്ഠിത കമ്പോളം നിലവിൽ വന്നു. ട്രാൻസ്ബോർഡർ flow of products, services, raw materials, capital, latest technology and human resources facilitated. മറ്റൊരു പ്രധാനപ്പെട്ട ഫലം അതാണ്. ട്രാൻസ്ബോർഡർ എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന്, രാജ്യാന്തര അതിർത്തി കടന്ന് സാധനങ്ങളും സേവനങ്ങളും അസംസ്കൃത പദാർത്ഥങ്ങളും മൂലധനവും ആധുനിക സാങ്കേതിക വിദ്യകളും മാനവ വിഭവങ്ങളും എത്തിക്കുന്നതിനുള്ള സംവിധാനമുണ്ടായി. ഏതൊരു രാജ്യത്തുനിന്ന് ഏതൊരു രാജ്യത്തേക്കും സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും, ഏതൊരു രാജ്യത്തു നിന്നും സേവനങ്ങൾ കൊണ്ടുപോകാനും സേവനങ്ങൾ കൊണ്ടുവരാനും, ഏതൊരു രാജ്യത്തു നിന്ന് അസംസ്കൃത പദാർത്ഥങ്ങൾ കൊണ്ടുപോകാനും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കൊണ്ടുവരാനും, ഏതൊരു രാജ്യത്തു നിന്നും മുതലേക്കും കൊണ്ടുപോയി മൂലധനം മുടക്കാനും, ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടുപോകാനും, മാനവ വിഭവം കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന തരത്തിൽ ലോകത്തിന്റെ രാജ്യങ്ങളിലെ അതിരുകൾ തുറക്കപ്പെട്ടു അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെട്ടു. ആഗോളവൽക്കരണത്തിന് അല്ലെങ്കിൽ നൂതന സാമ്പത്തിക നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫലം അതാണ്. ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് സച്ച് ആസ് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എക്സെട്ര, devising and executing various policies in favor of globalization.
ഈ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന നയങ്ങളെ സഹായിച്ച, അവയ്ക്ക് അനുകൂലമായ കാര്യങ്ങളിൽ സഹായിച്ച 3 അന്താരാഷ്ട്ര സ്ഥാപനങ്ങളാണ്, സംഘടനകളാണ് വേൾഡ് ബാങ്ക്, ലോകബാങ്ക്, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ അന്താരാഷ്ട്ര നാണയനിധി, 3 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന എന്നിവ. അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ലിബറലൈസേഷൻ എന്നാലെന്ത്, പ്രൈവറ്റൈസേഷൻ എന്നാലെന്ത്, ഗ്ലോബലൈസേഷൻ എന്നാലെന്ത്, ഇതിന്റെ ആത്യന്തിക റിസൾട്ട്സ്, ഫലങ്ങൾ എന്തൊക്കെ, ഇതിനെ സഹായിച്ച 3 അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എഴുതുകയും അതിന് ഉത്തരം പഠിക്കുകയും വേണം. Globalization opened up many opportunities and possibilities around the world. നിരവധി അവസരങ്ങൾ, നിരവധി സാധ്യതകൾ ലോകമെമ്പാടും തുറക്കപ്പെട്ടു. ഇപ്പൊ ഇവിടെ കച്ചവടം പറ്റത്തില്ലെങ്കിൽ വേറെ വിൽക്കാവുന്ന, വേറെ രാജ്യത്തുണ്ടേ വിൽക്കാവുന്ന അവസ്ഥ. ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിക്കാൻ പറ്റത്തില്ലെങ്കിൽ വേറെ സ്ഥാപിക്കാൻ പറ്റുന്ന അവസ്ഥ. അത്തരത്തിലുള്ള അവസരങ്ങളും സാധ്യതകളും തുറക്കപ്പെട്ടു എന്നുള്ളത് ഗ്ലോബലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ് ക്രിയേറ്റഡ് ദി കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ്. ചുരുക്കി പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് എന്ന സങ്കല്പത്തിലേക്ക് എത്തി ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം, ലോകമേ ഒറ്റ ഗ്രാമമായി മാറുന്ന അവസ്ഥ. Then what are the challenges to developing nations through this new economic policy? എന്നാൽ ഈ നൂതന സാമ്പത്തിക നയങ്ങളായ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങൾ വികസ്വര രാജ്യങ്ങൾ, ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളെ ദോഷകരമായാണ് ബാധിച്ചത്. അവ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ചാലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് നേഷൻസ്, വികസ്വര രാജ്യങ്ങൾക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെ? ദി ഇന്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചലഞ്ച് ദി കൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. ഒന്നാമത്തെ ചലഞ്ച് അതായിരുന്നു. ലോകം എവിടെയും മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടായി. ഏതൊരു രാജ്യത്തും പോയി വികസിത രാജ്യങ്ങൾക്ക് കമ്പനികൾ സ്ഥാപിക്കാവുന്ന അവസ്ഥയുണ്ടായി. ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ എവിടെ സ്ഥാപിക്കപ്പെട്ടത്? ചലഞ്ച് ദി കൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. നേഷൻ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തെ തന്നെ വെല്ലുവിളിച്ചു. ശക്തമായ രാഷ്ട്രം എന്ന സങ്കല്പത്തെ തന്നെ അത് വെല്ലുവിളിച്ചു. This new economic policy or globalization led to the destruction of indigenous culture. ഇനി മറ്റൊരു പ്രത്യേകത, ഓരോ വികസ്വര രാഷ്ട്രത്തിനും, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ വികസ്വര രാഷ്ട്രത്തിനും അതിൻ്റെതായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചർ. അതുപോലെ ഓരോ രാജ്യത്തിനും ഇൻഡിജീനിയസ് ആയിട്ടുള്ള തനതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ഈ കൾച്ചറിനെ ഇല്ലായ്മ ചെയ്തു മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവോടെ, ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ വരവോടെ ഈ സംസ്കാരത്തിൽ മാറ്റമുണ്ടായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഡ്രസ്സിങ്ങില്, ഡയറ്റിങ്ങില്, എല്ലാ കാര്യങ്ങളിലും, അമ്യൂസ്മെന്റില് എല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മുടേതായ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. സംസ്കാരം തന്നെ ഇല്ലാതെ, തനതായ സംസ്കാരം ഇല്ലാതാകുന്നതിന് കാരണമായി. പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്ലങ്ക്ഡ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. നമുക്കറിയാം, ഡെവലപ്പിംഗ് നേഷൻസ്, വികസന രാജ്യങ്ങൾ ഏറെയും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കൂപ്പുകുത്തി.
വിലയിടിഞ്ഞു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് വെയർ ഡെസ്ട്രോയിഡ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ആ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഒക്കെ നാമാവശേഷമാക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു. ഗവൺമെന്റ് വിഡ്രൂഡ് ഫ്രം മെനി സോഷ്യൽ സർവീസ് സെക്ടേഴ്സ്. നാളെ ദൂരെ ഗവൺമെന്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നിരവധി സാമൂഹിക സേവന രംഗത്തു നിന്നും ഗവൺമെന്റ് പിൻവാങ്ങി. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ഗവൺമെന്റ് കാര്യമായി ഇടപെട്ടിരുന്നു. അവിടുന്നൊക്കെ ഗവൺമെന്റ് പിൻവാങ്ങി. നാച്ചുറൽ റിസോഴ്സസ് വെയർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു. വികസ്വര രാജ്യങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു. These are the challenges created as a result of the globalization in developing nations. അതായത് വികസ്വര രാജ്യങ്ങളിലെ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടായ പ്രധാനപ്പെട്ട ഈ നൂതന സാമ്പത്തിക നയം മൂലമുണ്ടായ വെല്ലുവിളികൾ ഇവയൊക്കെയാണ്. അതൊരു ക്വസ്റ്റ്യനായിട്ട് അല്ല ആൻസർ ആയിട്ടും എഴുതണം. അപ്പൊ ഇതോടെ നമ്മുടെ രണ്ടാമത്തെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ തീർന്നു. അടുത്ത ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്. അത് പുറകെ ഇടുന്നതായിരിക്കും.